സ്നേഹ ജോണിനെ പിടിച്ചു നിർത്തി അവന്റെ മുന്നിൽ കയറി നിന്നു. എന്തിനാ നീനെ തടഞ്ഞത്? ഞാൻ നാണം കിട്ടില്ലേ? ഇവിടെ വന്ന ജൂനിയർ മല്ലു കുട്ടികൾക്ക് ഇനി നമ്മളോടുള്ള പേടി പോകും, ദേഷ്യത്തിൽ അവൾ പറഞ്ഞു. റിച്ചാർഡ് അനിയൻ രഘുവിന്റെ പേരിൽ ഒരു കേസ് എന്ന പ്രിൻസിപ്പാൾ ഒതുക്കി തന്നെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അതിന്റെ കൂടെ പ്രിയ ഈ സെമിസ്റ്റർ മുഴുവനും ഒരു സ്ലേവ് പോലെ അവൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് പണിയെടുക്കുന്നുണ്ട്. അത് തന്നെ എഗെയിൻസ്റ്റ് കോളേജ് പ്രോട്ടോകോൾ ആണ്. ഇതിൽ കൂടുതൽ പറ്റില്ല സ്നേഹ, ജോൺ ദേഷ്യത്തിൽ പറഞ്ഞു. പഴയ അയൽക്കാരി സ്നേഹാണോ അതോ അവൾക്ക് നിന്നോടുള്ള പ്രണയം ഇപ്പോ നിനക്കും തോന്നിയോ? സ്നേഹ ദേഷ്യത്തിൽ ചോദിച്ചു. ജോൺ ദേഷ്യത്തിൽ റാമിന്റെ മുഖത്ത് നോക്കി. അവനാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തെന്ന് അവന്റെ തല താഴ്ത്തിയുള്ള നിൽപ്പിൽ മനസ്സിലായി. അവളെ പറ്റി ഇനി എന്നോടൊന്ന് ചോദിക്കുന്ന സ്നേഹ, ഇറ്റ്സ് മൈ പേഴ്സണൽ. അവൻ പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് 2 സ്റ്റെപ്പ് നടന്നു. അതുപോലെ തിരിച്ച് പിന്നിലേക്ക് നടന്നു. സ്നേഹ, നീ എനിക്ക് ഫ്രണ്ട് താ, അത് പോതും. ഫണ്ണായിട്ട് പോലും നീ എന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ഇനി റൂമർ സ്പ്രെഡ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ബന്ധം നിർത്തേണ്ടി വരും, ജോൺ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. സ്നേഹദേഷ്യത്തിൽ അവനെ നോക്കി നിന്നു. അവനെ വിട്ടേക്ക്, ഡോണ്ട് ഡാമേജ് യുവർ ഫ്രണ്ട്ഷിപ്പ്. അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് വെട്ടി പറഞ്ഞുകൊണ്ട് പോയി. റാമം കൂടുതലൊന്നും പറഞ്ഞില്ല. ജോണിനേക്കാൾ വലുതായിരുന്നില്ല അവൾക്ക് സ്നേഹയുടെ അടുത്തുള്ള ഫ്രണ്ട്ഷിപ്പ്. പ്രിയ, ഐ തിങ്ക് ഹി ലവ്സ് യു, രഘു പറഞ്ഞു. ഒലക്ക, എന്നെ തടിച്ചെന്ന് വിളിക്കുമ്പോ എല്ലാം അത് കേട്ട് നിൽക്കുന്നതാണ് പുള്ളി. ഇന്നിനി എന്നെ കൊണ്ട് ആ ഗ്രൗണ്ട് മുഴുവനും ഇട്ട് ഓടിപ്പിക്കുന്ന പല പണി തരും, പ്രിയ പറഞ്ഞു. കോളേജ് വിട്ട് വരാതിരുന്നു കൊണ്ടാണ് അവൻ പറഞ്ഞത്. ഐ തിങ്ക് ആൾക്ക് നിന്നെ മറ്റുള്ളവർ ഹർട്ട് ചെയ്തത് ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ ഇന്ന് നിന്നെ രക്ഷിച്ചത്, രഘു പറഞ്ഞു. അറിയില്ല രഘു, ചോദിക്കുമ്പോ ഇഷ്ടമല്ലെന്ന് പറയും. ഞാൻ അത്ര മോശമാണോ, പ്രിയ ചോദിച്ചു. യു ആർ സോ ക്യൂട്ട്, അവൻ അവളെ ഉണ്ടക്കവിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവളെ ഹാഗ് ചെയ്തു. പ്രിയ, ഒരു അലറലായിരുന്നു പിന്നിൽ നിന്നും കേട്ടത്. 2 പേരും ഞെട്ടലോടെ നോക്കി. അവരെ നോക്കിക്കൊണ്ടുവന്ന ജോൺ അവളെ രഘുവിൽ നിന്നും വലിച്ചെടുത്തു. ടൈം പാര്, എന്നിവിലോ ലേറ്റ്, അവൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ചു നടന്നു. പ്രിയൊന്നും മനസ്സിലാവാതെ അവന്റെ പുറകെ നടന്നു. രഘു അത് കണ്ട് അറിയാതെ പുഞ്ചിരിച്ചു. എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത്? പ്രിയ ചുണ്ട് കോർപ്പിച്ചു പറഞ്ഞു. ഉനക്ക് 2 പ്ലേറ്റ് ബിരിയാണി വാങ്ങി തീർക്ക്, ജോൺ ദേഷ്യത്തിൽ പറഞ്ഞു. എന്താ എന്നും ഇങ്ങനെ അവിടെ തുടച്ച് വൃത്തിയാക്കിടാനുള്ളത്? സെമസ്റ്റർ മുഴുവനും ക്ലീൻ ചെയ്യാൻ മാത്രം എന്താ അവിടെ ഉള്ളത്? അമ്പലമൊന്നും ഇല്ലല്ലോ, പ്രിയ പറഞ്ഞു. എന്താ നിനക്കിപ്പോ ഇങ്ങനെ ഒരു വർത്തമാനം? മുൻപ് അങ്ങനെയല്ലല്ലോ. എന്താ കോളേജ് എന്നിയുടെ അണ്ടർ താ, ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇനിയും നീ കംപ്ലൈന്റ് വല്ലതും ചെയ്താൽ നിന്റെ ഉണ്ടക്കവിളിന്റെ ഷേപ്പ് ഞാൻ മാറ്റും, ജോൺ പറഞ്ഞു. പ്രിയ വേഗം തന്റെ 2 കവിൾ പൊത്തിപ്പിടിച്ചു. പോയി ക്ലീൻ ചെയ്യും, അവൻ അവളുടെ നേരെ പറഞ്ഞു. ചാഴത്തുള്ളി പോകുന്ന പെണ്ണിനെ അവൻ നോക്കി. ബാസ്കറ്റ് ബോൾ കോർട്ടിൽ നിന്നും പ്രാക്ടീസ് കഴിഞ്ഞ ശേഷം അവൻ അവളെ കാത്തു നിന്നു. ഞാൻ ബസ്സിൽ പോകാം, പ്രിയ പറഞ്ഞു. എന്തേ ഇപ്പൊ ഒരു ബസ്, അവൻ ചോദിച്ചു. ഒന്നുമില്ല, പ്രിയ പറഞ്ഞു. കേറിയിരിക്കും, അശോകർ നഗർ വരെ ഞാൻ കൊണ്ടാക്കാം, ജോൺ അവളോട് പറഞ്ഞു. പ്രിയ അവന്റെ പുറകിലിരുന്നു. ഇന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നൊന്നുമില്ലേ, അവൻ ചോദിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ, പ്രിയ ചോദിച്ചു. ഉരുണ്ട് മറിഞ്ഞ് വീഴുണ്ടെന്ന് കരുതിയാണ് ഇന്ന് ഷോർട്ട് കട്ട് വഴിയാണ് പോകുന്നത്. മറ്റേ NH വഴി പോയാൽ ബ്ലോക്ക് ആവും. നിനക്ക് വേണ്ടി കളയാൻ എനിക്ക് സമയമില്ല, ജോൺ പറഞ്ഞു. പ്രിയ പതുക്കെ അവന്റെ വയറിൽ മുറക്കെ പിടിച്ചു. അവന്റെ ചുണ്ടിൽ ചെറുതായി ഒരു പുഞ്ചിരി വന്നു. ഇതെന്താ ഇങ്ങനെ? കുണ്ടും കുഴിയും മറ്റേ റോഡ് തന്നെ മതി, പ്രിയ പറഞ്ഞു. എങ്കിൽ നീ പോയി തമിഴ്നാട് CM-നോട് പരാതി കൊടുക്ക്, അവൻ പറഞ്ഞുകൊണ്ട് അടുത്ത ബ്രേക്ക് എടുത്തും പ്രിയ അവനെ മൊത്തത്തിൽ കെട്ടിപ്പിടിച്ചു. അവളുടെ ശരീരം അവനിൽ അമർന്നതും അവൻ അറിയാതെ ഉമ്മിനിറക്കിപ്പോയി. ചുണ്ടിൽ പുഞ്ചിരിയായി. വീണ്ടും അടുത്ത ബ്രേക്ക് ചവിട്ടി. ജോണേട്ടാ, ഇങ്ങനെ ബ്രേക്ക് ഇടല്ലേ, എനിക്ക് പേടിയാവുന്നു, പ്രിയ പറഞ്ഞു. പിന്നെ എനിക്കെന്ത് സുഖം കിട്ടാനാ ഇങ്ങനെ ബ്രേക്ക് ഇട്ടിട്ട്, ജോൺ ചോദിച്ചു. പ്രിയ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഹോസ്റ്റൽ മുന്നിലെത്തിയപ്പോൾ അവളൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകാൻ നിമിതം അവൻ അവളുടെ കൈ പിടിച്ചു നിർത്തി. പ്രിയ, ഉങ്കിട്ടെ ഒരു വിഷയം சொல்லலாம். രഘു നിന്റെ ഫ്രണ്ടാകും, പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ നിന്റെ മേൽ തൊട്ടുകൊണ്ടുള്ള ബന്ധമൊന്നും വേണ്ട. പുരിഞ്ചതാ, അവൻ പുരികമുയർത്തി ചോദിച്ചു. ജോണേട്ടന് എന്താ കുഴപ്പം, പ്രിയ കണ്ണു ചുരുക്കി ചോദിച്ചു. എനിക്കെന്ത് കുഴപ്പം? എനിക്കറിയുന്ന പെണ്ണല്ലെന്ന് കരുതി പറഞ്ഞെന്നേ ഉള്ളൂ. ഇത് ചെന്നൈ, നിന്റെ കേരളയല്ല. ഇവിടെ എല്ലാവരും നല്ലതിർക്ക് കെട്ടവരും ഇருக்கு. നീതാ കെയർഫുള്ളായിരിക്കണം, ജോൺ പറഞ്ഞു. രഘുവാണ് ചേട്ടനേക്കാൾ നല്ലത്. എന്നെ കയറി ഉമ്മ വെച്ച ശേഷം അത് പകയാണ് ശത്രുവാണെന്നൊന്നും പറയില്ല, പ്രിയ പറഞ്ഞു. അപ്പോഴേക്കും അവൻ അവളെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവനിലേക്ക് ചേർത്തി. കുറച്ച് ഗ്യാപ്പ് ഇട്ടപ്പോഴേക്കും കൊണ്ട് സംസാരിച്ചങ്ങ് പോവുകയാണല്ലോ. എന്നെ ഇവിടെ ബെറ്റർ ആണോ? അവൻ അവളുടെ ചുണ്ടിൽ തൊട്ടില്ല എന്ന പോലെ നിന്നു. അവൻ പ്രിയ ഞെട്ടലോടെ അവനെ നോക്കി. ആരെങ്കിലും കാണും,
പ്രിയ എങ്ങനെയൊക്കെയോ പറഞ്ഞു. അവളുടെ കണ്ണുകൾ പിടഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ ചുണ്ടുകൾ ഒരു ശ്വാസത്തിനപ്പുറമാണ്. പാക്കട്ടും ഐ ഡോണ്ട് കെയർ, അവൻ പറഞ്ഞു. എന്നെ ഇഷ്ടാണോ ജോണേട്ടാ? അത് ചോദിക്കുമ്പോൾ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഉനക്ക് എന്നാ ഫീൽ പண்ற, അവൻ ചോദിച്ചു. ഇടയ്ക്കാണെന്ന് തോന്നും, ഇടയ്ക്കല്ലെന്ന് തോന്നും, പ്രിയ പറഞ്ഞു. ആണോ? എങ്കിൽ നീ തന്നെ ഒരു കൺക്ലൂഷൻ കണ്ടുപിടിച്ചെത്തിക്കോ. നീ അത്ര സുന്ദരിയൊന്നും അല്ലെങ്കിലും ഒരു ഓക്കെ ടൈപ്പാണ്. അതിനാലേ ബോയ്സ് കൂടെ പഴകും പോത് ടേക്കേ. അവനെ പോയി ഹഗ് പண்ற, അവൻ മേലെ കൈ പോടുற, ഇതൊന്നും വേണ്ട, മനസ്സിലായോ? അവൻ അവളുടെ ചെവിയിൽ ചോദിച്ചു. പ്രിയ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവനുള്ള പ്രണയം എത്ര ഒളിപ്പിക്കാൻ നോക്കിയാലും ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അറിയാതെ അവളുടെ കണ്ണിൽ തെളിഞ്ഞു കാണാം. അപ്പോ ഞാൻ പോകട്ടെ മാം, അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഐ ലവ് യു. പ്രിയ വേഗം അവന്റെ കൃതാവിലെ കുഞ്ഞു മറുകിൽ ഉമ്മ വെച്ചുകൊണ്ട് മാറി നിന്നു. അവൻ ഞെട്ടലോടെ അവളെ നോക്കി. സമയം എടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി, പ്രിയ കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് വേഗം ഹോസ്റ്റലുള്ളിലേക്ക് കയറി. അവൻ നാണത്തോടെ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് വണ്ടിയെടുത്തു. തിരിച്ച് ബൈക്കിൽ പോകുമ്പോൾ ജോണിന്റെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. അവളുടെ ചുമ്മനച്ചൂട് ഇപ്പോഴും കവളിലുള്ളതുപോലെ. ബൈക്ക് യാത്രയിൽ ശരിക്കും അവളെ മിസ് ചെയ്യുന്നുണ്ട്. തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവളുടെ ചൂട്, അവളുടെ കലപിലെ സംസാരം. വീട്ടിൽ കയറിയതും മുന്നിൽ തന്നെയുണ്ട് മരിയ. എന്നാ കണ്ണാ, എനിക്ക് ரொம்ப സന്തോഷം പോലെ, മരിയ പറഞ്ഞു. ഏയ് അപ്പടിയൊന്നുമില്ല, അവൻ പറഞ്ഞിട്ട് ഉള്ളിൽ കയറി. ഉങ്കിട്ടൊരു വിഷയം சொன்னா നീ കോവപ്പെടക്കൂടാത്, പ്രിയമോളെ കൂട്ടി ഇങ്കവായി സൺഡേ വരെ സൊല്ല്, മരിയ പറഞ്ഞു. അത് തേവയാ, അവൻ അവരെ നോക്കി ചോദിച്ചു. ആമാ, മരിയ പറഞ്ഞു. അപ്പോ ഓക്കെ. അവൻ കള്ളച്ചിരിയിൽ അവരെ നോക്കി കണ്ണിറക്കി മുറിയിൽ കയറി. കോളേജിൽ രഘുവിന്റെ റിയയുടെയും കൂടെ ഇരിക്കുകയാണ് പ്രിയ. പെട്ടെന്നാണ് ഇന്റർവെല്ലായപ്പോൾ ജോൺ ഉള്ളിൽ കയറിയത്. സീനിയറിനെ കണ്ട ബഹുമാനത്തിൽ എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു. അവൻ നേരെ അവിടെ അടുത്തേക്ക് വന്നു. പ്രിയ ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നു. നാളെ എന്റെ വീട്ടിൽ വാ, അമ്മാവർക്ക് ഒന്ന് പാക്കണം, ഹോസ്റ്റലിൽ വന്ന് ഞാൻ പിക്ക് ചെയ്യാം, അവൻ ഗൗരവത്തിൽ പറഞ്ഞിറങ്ങി. ഡി, ഇയാൾക്ക് വട്ടായെന്ന് തോന്നുന്നു, പ്രിയ ഞെട്ടലോടെ പറഞ്ഞു. എടി ശരിക്കും ഇനി മൂപ്പര് വീണോ, പ്രിയ ചോദിച്ചു. ഇത് താൻ കാതൽ, രഘു കണ്ണിറക്കി പറഞ്ഞു. പ്രിയ നാണിച്ചിന്റെ തല താഴ്ത്തി. രാവിലെ തന്നെ ഹോസ്റ്റലിൽ നിന്നും പ്രിയ വെള്ള നിറത്തിലുള്ള ചുരിദാർ ധരിച്ചു. ഒപ്പം അവളുടെ വക ചെറിയൊരു മേക്കപ്പും. അവളുടെ പുഞ്ചിരി മാത്രം മതിയായിരുന്നു അവളെ സുന്ദരിയായി തോന്നിക്കാൻ. ജോൺ അവളുടെ നമ്പറിൽ മിസ് അടിച്ചതും വേഗം ട്രൂ കോളർ വഴി അത് അവന്റെ ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്റെ നമ്പർ കയ്യിലുണ്ട്, പ്രിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് മുകളിലും താഴേക്ക് നോക്കി. ബൈക്കിൽ ഇരിക്കുന്നുണ്ട്, ഫോൺ പിടിച്ചുണ്ട്, മുഖത്ത് ദേഷ്യമുണ്ട്. കുറച്ചു നേരം കാത്തിരുന്നതാണ്. പ്രിയ വേഗം താഴേക്കിറങ്ങി അവൻ അവളെ നോക്കി നിന്നു. കയറിയിരിക്കെ, അവൻ പറഞ്ഞു. പ്രിയ വേഗം ഇരുന്നു. അവൻ ചോദിക്കാതെ തന്നെ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചിരുന്നു. അവന്റെ ചുണ്ടിൽ വീണ്ടും പുഞ്ചിരി. വീട്ടിലെത്തിയതും അമ്മ വേഗം വാതിൽ തുറന്നു. എന്റെ മോളെ പറഞ്ഞവർ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. ജോൺ അത് നോക്കി നിന്നുകൊണ്ട് ചിരിച്ചു. അവളും കരഞ്ഞു പോയിരുന്നു. പഴയ പോലെ തന്നെ പാവക്കുട്ടി പോലെയുണ്ട്. എന്റെ കണ്ണുതന്നെ നിനക്ക് തട്ടും, മരിയ പറഞ്ഞു. ജോൺ അതെല്ലാം നോക്കി നിന്നു. ആന്റി ഇപ്പോഴും മലയാളം പഴയതുപോലെ പറയുന്നുണ്ടല്ലോ, പ്രിയ ചോദിച്ചു. 15 കൊല്ലം അവിടെ തന്നെ ആയിരുന്നില്ലേ? രതീഷേട്ടനും പത്മയ്ക്കും സുഖമല്ലേ? പിന്നെ കാർത്തി, അവനോ? എല്ലാവർക്കും സുഖമാണ്, പ്രിയ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുക, ആന്റി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം സ്വീറ്റ് കഴിക്കും, അത് കഴിഞ്ഞ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം. ജോൺ വേഗം സോഫയിൽ നിന്ന് TV ഓൺ ചെയ്തു. പ്രിയം അവന്റെ അടുത്തിരുന്നു. അവൻ അവളുടെ മുഖത്ത് പോലും നോക്കാതെ TV കാണുകയാണ്. അവർക്ക് 2 പേർക്കും ഓരോ ബൗൾ ഹൽവ കൊണ്ടുവന്നു. ഒപ്പം അവർ അടുക്കളയിലേക്ക് പോയി. പ്രിയ ഒരു സ്പൂണായി വായിലിടുമ്പോഴും അവനെ നോക്കി. എന്തിനാ എന്നിങ്ങനെ നോക്കുന്നത്? അവൻ TV-യിൽ നോക്കി തന്നെ ചോദിച്ചു. നോക്കാൻ പറ്റില്ലേ? എന്റെയാണ്, അപ്പൊ ഞാൻ നോക്കും. പ്രിയ അവന്റെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് വേദനിക്കുന്നുണ്ട് ഗുണ്ടുമണി, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. പ്രിയ അവനെ നോക്കി ചിരിക്കുക മാത്രം ചെയ്ത്. അവൾ കഴിഞ്ഞ ശേഷം അവന്റെ പാത്രത്തിൽ സ്പൂണിട്ട് തിന്നാൻ തുടങ്ങി. എന്നടി, നിന്റെ തിന്നു കഴിഞ്ഞു, ഇനി എന്റെ പാത്രത്തിൽ കൈയിടരുത്, അവൻ പറഞ്ഞു. എനിക്ക് വേണം, ചെറിയ കുട്ടികളെ പോലെ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു പ്രിയ. അവൻ പാത്രം അവളുടെ അടുത്ത് നിന്ന് കൈ പൊക്കി മാറ്റി പിടിച്ചു. പെണ്ണ് നേരെ അവനെ നെഞ്ചിലേക്ക് ചാടി വീണുകൊണ്ട് കൈയെത്തി പിടിക്കാൻ നോക്കി. ഉമ്മയെ ഇറക്കിക്കൊണ്ട് ജോൺ അവളെ നോക്കി. അവളുടെ വെളുത്ത കഴുത്തും അതിൽ നേരിയ സ്വർണ്ണ നിറമുള്ള ഒരു ചെയിൻ, അതിന്റെ ലോക്കറ്റ് കാണാനില്ല. അത് അവളുടെ നെഞ്ചിലെ കുഴിയിലേക്ക് ഇറങ്ങിക്കിടക്കുകയാണ്. അവന്റെ ചിന്ത മാറിയതും പെണ്ണത് പിടിച്ചു വാങ്ങി. ജോൺ ഞെട്ടലോടെ അവളെ നോക്കി. ജോൺ ഏട്ടൻ അങ്ങനെ ഒറ്റയ്ക്ക് തിന്നണ്ട, ഏട്ടന്റെ എല്ലാം എനിക്കുമാണ്, പ്രിയ അവകാശത്തോടെ പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. ജോൺ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങിയായിരുന്നു. അപ്പോ നിന്റെ എല്ലാം എനിക്കുവാണോ, ജോൺ ചോദിച്ചു.
പ്രിയ സ്പൂൺ വായിൽ വെച്ചുകൊണ്ട് അവനെ തന്നെ കണ്ണ് മേഴിച്ചു നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. പ്രിയ കണ്ണടച്ച് പൂട്ടി. അവൻ അവളുടെ വായിൽ സ്പൂൺ ഒറ്റ വലിക്കെടുത്തുകൊണ്ട് അവന്റെ വായിലിട്ടു. പ്രിയ ഞെട്ടലിൽ കണ്ണ് തുറന്നു. സ്വീറ്റാ, വെരി സ്വീറ്റ്, അവൻ കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. പ്രിയ ഇങ്ങ് വന്നേ. മരിയെ വിളിച്ച് പ്രിയ വേഗം അടുക്കളയിലേക്ക് ഓടി. മസാല ഇളക്കി വെക്കോ മോളെ, മരിയ ചോദിച്ചു. ശരി അമ്മേ. പ്രിയ വേഗം അടുപ്പിൽ പണിയെടുക്കാൻ തുടങ്ങി. ജോൺ പിന്നിലൂടെ വന്ന് മണത്ത് നോക്കി. നല്ല വാസന ഇരിക്കത്, അവൻ അവളുടെ കഴുത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. പ്രിയ കോരി തെറിച്ചുകൊണ്ട് അവനെ നോക്കി. എന്നെ ഇപ്പിടി പാക്കറേ, ഞാൻ എൻ ബിരിയാണി വാസന താ പാർത്തേ, അവൻ അവളെ കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. പ്രിയ പിന്നെ കൂടുതലൊന്നും മിണ്ടിയില്ല. അവർ പണിയെല്ലാം ചെയ്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അമ്മേ, ഉച്ചമയക്കത്തിന് പോയപ്പോൾ അവർ രണ്ടുപേരും മാത്രമായി. നിനക്ക് എൻ്റെ ആൽബം കാണോ? നിന്റെ ചെറിയ കുട്ടിയായപ്പോൾ ഉള്ളത് ഇപ്പോഴും എവിടെയുണ്ട്? അവൻ അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി. പ്രിയ കട്ടിലിരുന്ന് അവൻ പഴയ ആൽബം എടുത്തുകൊണ്ട് വന്നു. അതിൽ അവളുടെ കുഞ്ഞിലെ ചിത്രവും അവൻ അവളെ ഇറക്കെ കെട്ടിപ്പിടിച്ചുമ്മ വയ്ക്കുന്ന ചിത്രവും എല്ലാം ഉണ്ട്. ഇതൊന്ന് ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്താലോ? പ്രിയ അവനെ നോക്കി ചോദിച്ചു. പോടി, അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ നിന്നതും പ്രിയ അവനെ വലിച്ച് കട്ടിലിട്ടു. ഇതുപോലൊരു സീൻ മുൻപ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. പ്രിയ അവന്റെ നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ശരീരം അവന്റെ മേലമർന്നു. അവളുടെ ഭാരം പോലും അവന് തൂവൽ പോലെ തോന്നിപ്പോയി. മറുപടിയും തപ്പ് പണം കൂടാതെ പ്രിയവൻ പറഞ്ഞു. പക്ഷെ അവളുടെ മുന്നിൽ അവന്റെ കാപ്പി നിറത്തിലുള്ള കണ്ണുകൾ, കൃതാവിലെ കുഞ്ഞു മാർഗ്, പിന്നെ കാപ്പിച്ചുണ്ടുകൾ എല്ലാം സ്വന്തമാക്കണമെന്ന വാശിയായിരുന്നു. എന്നെ ഇഷ്ടമല്ലേ, പിന്നെ എന്തിനാ അഭിനയിക്കുന്നത്? പ്രിയ ചോദിച്ചു. നീ എന്റെ മുകളിൽ നിന്ന് മാറുകൊണ്ടുമണി, അവൻ ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും പ്രിയ അവനെ നെറ്റിയിൽ ചുംബിച്ചു. അവൻ അവളെ നോക്കി കുറച്ചു നേരം ശാന്തമായി കിടന്നു. പ്രിയ അവന്റെ കവിളിലും കുഞ്ഞു മറുകിലും എല്ലാം ചുംബിച്ചു. അവൻ പ്രതികരിക്കാതെ കിടന്നു. അവന്റെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി. പ്രതികരിക്കാനാവാതെ കിടന്നുപോയി ജോൺ. അവന്റെ കഴുത്തിലായി മുഖം അമർത്തി ചുംബിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ അവൻ ശക്തിയിൽ മുഖം അടുപ്പിച്ചു. ഇനിയും നീ എന്നെ ചുംബിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല പ്രിയ, പ്ലീസ്, അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ എനിക്ക് കാണണം, പ്രിയ പറഞ്ഞുകൊണ്ട് വീണ്ടും അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി. ജോൺ ആഞ്ഞ് ശ്വാസം വലച്ചുകൊണ്ട് അവളെ മറിച്ചിട്ടു. എന്നാലേ ഇനി കൺട്രോൾ പണ്ണ മുടിയാത്, ഈവ റെസ്പോൺസിബിൾ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകൾ നുണഞ്ഞെടുത്തിരുന്നു. പ്രിയയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവനിതാ തന്നെ വീണ്ടും ചുംബിക്കുന്നു, തന്റെ രണ്ട് ചുണ്ടുകളും ചുംബിക്കുന്നു. ഉമ്മനീര് കൊണ്ടൊരു നൂൽപാലം തന്നെ അവൻ സൃഷ്ടിച്ചു. ചുംബിച്ചുകൊണ്ട് തന്നെ അവന്റെ കൈകൾ അവളെ ഉയർന്ന മാരടവും ഞെരിച്ചുകൊണ്ടിരുന്നു. പ്രിയെന്ന് ഞെരുങ്ങിപ്പോയി. അവൾ കൈ വിടുവിക്കാൻ നോക്കിയാലും അവൻ അവളെ തടഞ്ഞുകൊണ്ടിരുന്നു. അവളെ കഴുത്തിലും ടോപ്പ് താഴേക്ക് വലിച്ചുകൊണ്ട് തോളിൽ അവൻ പല്ലുകൾ അമർത്തി. പ്രിയ ശബ്ദം പുറപ്പെടുവിച്ചു. അവൻ അവളെ ചെവിയിലായി രഹസ്യം പോലെ പറഞ്ഞു. ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയാൽ എനിക്കിവനെ തീരെ നിന്നെ വിട്ടുകൊടുക്കാൻ തോന്നില്ല. എന്തൊരു സോഫ്റ്റാണ് നീ പ്രിയ, പഞ്ഞിക്കെട്ട് പോലെ, അവൻ പറഞ്ഞു. പ്രിയയുടെ കവളുകൾ ചുവന്നു തൊടുത്ത്. ഈ വാർ സീരിയസിങ് മീ, അവളുടെ ഉണ്ടക്കവിളെന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ജോൺ, അമ്മയുടെ ശബ്ദം ഉറക്കി കേട്ടതും അവൻ വേഗം അവളിൽ നിന്നും മാറി. വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടാൻ നിന്ന അവളെ അവൻ പിടിച്ചു നിർത്തി. പോയി ദുപ്പട്ട പോട്, ബാത്റൂം കരുതു, ഞാൻ പറഞ്ഞോളാം, അവൻ പറഞ്ഞ് വേഗം വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. പ്രിയ എവിടെ? അമ്മ ചോദിച്ചു. ഇത്രയും നേരം ഇവിടെ ആൽബം നോക്കിയിരിക്കുക, ഇപ്പൊ ബാത്റൂമിൽ കയറി, ജോൺ തപ്പിക്കൊണ്ട് പറഞ്ഞു. സമയായില്ലേ, കുട്ടിക്ക് ഹോസ്റ്റലിൽ പോവണ്ടേ, ഇനി നമ്മൾ കാരണം പ്രശ്നമാകണ്ട, അമ്മ പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി. ഡി ഇറങ്ങി വാ, ജോൺ പറഞ്ഞു. പ്രിയ പുറത്തേക്കിറങ്ങി. അവന്റെ മുഖത്ത് പോലും അവൾക്ക് നോക്കാൻ കഴിയുന്നില്ല. അവൻ ചൂണ്ടുവിരൽ കൊണ്ട് മുഖമുയർത്തി. അവളെ നനഞ്ഞ ചുണ്ടിലെന്ന് കൂടി മുത്തി. പ്രിയ ഞെട്ടലോടെ നോക്കി. മുടിയെല്ലാം നേരെ കെട്ടിവാ, ഞാൻ തിരിച്ചു കൊണ്ടാകാം, അവൻ പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി. ബൈക്കിൽ തിരിച്ച് ഹോസ്റ്റലിൽ പോകുമ്പോൾ പ്രിയ അവനെ തൊടാതെയിരുന്നു. മനസ്സിൽ മുഴുവനും ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളാണ്. ജോൺ അവൻ എന്താണ് തന്നെ ചെയ്തത്? കുറച്ചു മുൻപ് വരെ അവൻ തന്നെ ചുംബിച്ചിരുന്നു. അവന്റെ കൈകൾ തന്റെ മാറിലായി മുറുകിയിരുന്നു. ഇപ്പോഴും ദേഹത്ത് അവന്റെ ചൂട് പോലെ. ചെന്നൈ നഗരത്തിലെ തിരക്കിൽ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് നിൽക്കുകയാണ് ഇരുവരും. ജോണിന്റെ അവസ്ഥയിൽ മറച്ചില്ല. ആദ്യമായി ഒരു പെണ്ണിനോട് മോശമായ രീതിയിൽ പെരുമാറി. പക്ഷെ എൻ്റെ അല്ലേ, എനിക്കുള്ളതല്ലേ, അവന്റെ ഹൃദയം മറുപടി നൽകി. പക്ഷെ തലച്ചോർ കാർത്തിയുടെ സഹോദരിയാണ് പ്രിയെന്ന് ഓർമ്മപ്പെടുത്തി. അവൻ ദേഷ്യത്തിൽ പല്ല് ഞെരിച്ചു. ജോണേട്ടാ, വണ്ടി മുന്നോട്ടെടുക്ക്, സിഗ്നൽ ഓണായി, പ്രിയ വിറച്ചുകൊണ്ട് പറഞ്ഞു. അവൻ വേഗം വണ്ടി മുന്നോട്ടെടുത്തു. ഹോസ്റ്റൽ മുന്നിലെത്തിയപ്പോൾ തന്നോടൊന്നും പറയാതെ ഇറങ്ങിപ്പോകുന്ന അവളുടെ കയ്യിൽ അവൻ പിടിച്ചു. എനിക്ക് നിന്നോട് അവൻ വാക്കുകൾ കിട്ടാതെ തപ്പിത്തടയാൻ തുടങ്ങി. എനിക്ക് കേൾക്കണ്ട, ഒന്ന് മാത്രം പറയാം,
എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. എൻ്റെ ജീവനേക്കാളേറെ നിങ്ങൾ എന്നെ തൊട്ടപ്പോഴും മിണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമായത് കൊണ്ടാണ്, അല്ലാതെ ഞാൻ ചീത്ത കുട്ടിയായതുകൊണ്ടല്ല, പ്രിയ പറഞ്ഞു. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കരിഞ്ഞു വീർത്ത കണ്ണുകൾ, ചുവന്ന കുഞ്ഞി ചുണ്ടുകൾ, കുറച്ചു മുൻപേ താൻ ചുംബിച്ച ചുണ്ടുകൾ. അവൻ വീണ്ടും കൊതിയോടെ നോക്കി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു തപ്പും പണലാ. ഞാൻ താ തപ്പ് പണേ. അവന്റെ സ്വരം വളരെ ആർദ്രമായിരുന്നു. പ്രിയൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി നിന്നു. ജോൺ എന്നും തനിക്കൊരു സമസ്യയാണ്. പ്രണയമാണോ സൗഹൃദമാണോ, അത് വെറും ഒരു നേരം പോക്കാണോ? ഒന്നിനും അവൾക്കൊരു ഉത്തരം കിട്ടിയില്ല. തന്റെ മുന്നിലൂടെ ബുള്ളറ്റ് എടുത്ത് പോകുന്ന അവനെ പ്രണയത്തോടെ പ്രിയ നോക്കി നിന്നു. അവനും മനസ്സിലുറപ്പിച്ചിരുന്നു, ഈ മലയാളി പെൺകുട്ടി തന്റെ ഹൃദയം കവർന്നിരിക്കുന്നു. തന്റെ വാശി ഇനി ഒരിക്കലും ഈ ഗുണ്ടുമണിയുടെ മുന്നിൽ നടക്കില്ല. തിരിച്ച് വീട്ടിലെത്തിയ ശേഷം അവൻ വേഗം പോയി ഫ്രഷായി. കുളിക്കുമ്പോഴെല്ലാം ശരീരത്തിൽ അവളെ വിട്ടു പോയിട്ടില്ല എന്ന് തോന്നിപ്പോയി. വേഗം ഒരു ടീഷർട്ട് ഇട്ട് ധരിച്ചുകൊണ്ട് അവൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ, അവൻ ഫോണിൽ പറഞ്ഞു. ഹലോ. അവളുടെ ശബ്ദവും ആർദ്രമായിരുന്നു. തൂങ്ങിട്ടിയ നീ? അവൻ പ്രണയത്തോടെ ചോദിച്ചു. ഇല്ല, ഉറങ്ങാൻ പോകുന്നേടൂ, പ്രിയ പറഞ്ഞു. എനിക്ക് എന്താ പോലെ തോന്നുന്നു. ഇതെല്ലാം എനിക്ക് ഫസ്റ്റ് ടൈം താ. ഒരു ബട്ടർഫ്ലൈ ഫീലിങ്സ് മാതിരി ഇருக்கு. വേണ്ടി എന്നെ പണ്ണ നീ എന്നെ തൂക്കമേ വരല. എവരിത്തിങ് ബിക്കോസ് ഓഫ് യു. കോൺസെൻട്രേഷൻ പണ്ണ മുടിയലടി. അവൻ അവളെ ഓർത്തുകൊണ്ട് പറഞ്ഞു. പ്രിയൊന്നും മിണ്ടിയില്ല. അവനോട് എന്ത് പറയണമെന്ന് അവൾക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് വേഗത്തിൽ അവൾ ഹൃദയം മിടിച്ചു. താൻ കാണും അവൻ അനുഭവിക്കുന്ന ഫീലിങ്സ് ആണ് ഇപ്പൊ ജോൺ പറയുന്നത്. എന്നെ ഇഷ്ടമാണ് ജോണേട്ടാ, പ്രിയ ചോദിച്ചു. ഞാൻ ഇവളോ സൊല്ലിയും നിനക്ക് മനസ്സിലായില്ലേ? അവൻ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. ഇല്ല, ആയില്ല. എനിക്ക് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരണം, പ്രിയ വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ നീ അറിയണം, നിന്റെ വാശിയാണല്ലേ ഇപ്പോഴും ചെയ്യുന്നത്. വാശിപ്പുറത്ത് നീ എൻ്റെ ലൈഫിൽ കയറി എന്നെ ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇപ്പോഴും ഈ വാശി പിടിച്ചാൽ എൻ്റെ പിന്നാലെ നടന്നു. എന്നെ തന്നെ നീ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരു മനുഷ്യനാണ് പ്രിയ. എന്നെ കൊണ്ട് ഇനിയും നഴിക്കാൻ വയ്യ. മനസ്സിലാക്കിക്കുമല്ല. വായിൽ നിന്ന് തന്നെ വരണമെന്ന് വിചാരിച്ച് കാത്തിരിക്കണ്ട. പൊരിഞ്ചിക്കോ. ജോൺ ദേഷ്യത്തിൽ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു.